നമുക്കൊരു ചെറിയ പുൽക്കൂട് ഉണ്ടാക്കാം. നമ്മൾ 2 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിക്നെസ് ഒക്കെയുള്ള കാർഡ്ബോർഡ് ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. ഈ 2 കൂടി ചേർത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇത് നമ്മുടെ ഒരു ബേസായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം തിക്നെസ് ഉള്ള കാർഡ്ബോർഡാണ് നല്ലത് കേട്ടോ. കാർഡ്ബോർഡ് ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഐറ്റമാണ് തെർമോക്കോൾ. അപ്പോൾ നമുക്ക് തെർമോക്കോൾ എടുക്കാം. തെർമോക്കോളിൻ്റെ ടോപ്പ് ഭാഗം നമുക്കൊരു ത്രികോണ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. ഒരു മേൽക്കൂരയുടെയൊക്കെ ഒരു ചെരുവ് പോലെയാണ് കേട്ടോ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ആ മുറിച്ച ഭാഗത്തിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു വെൻറ്റിലേഷനൊക്കെ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറൊരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. ഈ തെർമോക്കോൾ ഒരു പ്രത്യേകിച്ച് ഷേപ്പൊന്നും നോക്കണ്ട, വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. ഇത് നമ്മുടെ പുൽക്കൂടിൻ്റെ തറയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിലേക്ക് നമുക്ക് ഒട്ടിക്കാം. ഇത് നമ്മുടെ തറയാണ്, നമ്മുടെ പുൽക്കൂടിൻ്റെ തറയാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തെർമോക്കോൾ എടുക്കാം. അതിൽ നമുക്ക് വാതിലും ജനലും ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു പരിപാടിയുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ജനലും വാതിലൊക്കെ എത്ര വേണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ 2 വാതിലും 4 ജനലുമാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ ആ രീതിക്ക് ഞാൻ വരച്ചു കൊടുത്ത് അത് കട്ട് ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വലിയ പെർഫെക്ഷനൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം പഴയൊരു കാലിത്തൊഴുത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വലിയ പെർഫെക്ഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇതിപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തെർമോക്കോളിൽ നമുക്ക് കട്ട പോലെ നമുക്ക് വെട്ടിയെടുക്കണം. അപ്പം ഞാനൊരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്കിഷ്ടമുള്ള ഡിസൈനിൽ നമുക്കിഷ്ടമുള്ള രീതിക്ക് ഈ തെർമോക്കോളുകൾ വെട്ടിയെടുക്കാം. അപ്പം ഞാനിതിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. തെർമോക്കോൾ പല രീതിയിൽ കട്ട് ചെയ്ത് അതൊരു കട്ടയുടെ ഷേപ്പിലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആ ഒരു തറയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തെർമോക്കോളിലേക്ക് നമുക്ക് ഈ ഓരോ പീസുകളും ഒട്ടിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ഷേപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു തറയായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തെർമോക്കോളിലും നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ കട്ടിങ് ആയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് കുറച്ച് വേക്കൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് കാർഡ്ബോർഡിൻ്റെ. അവിടെയൊക്കെ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ കൊണ്ടൊന്ന് മറച്ചു കൊടുക്കണം. ഞാനൊരു ചെറിയ കമ്പി എടുത്തൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ചൂടാക്കിയ കമ്പി അവിടെ കൊണ്ടിങ്ങനെ വെച്ചാൽ മതിയാവും. അപ്പോൾ അവിടെ അങ്ങ് ഉരുകി പൊയ്ക്കോളും. ഒരു ഇറഗുലർ ഷേപ്പിലേക്കൊക്കെ അത് വരും. ഇനി നമുക്കിതിൽ കുറച്ച് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ കോട്ടായിട്ടുള്ള ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് 2 കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവരാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ചെറിയ വെള്ളത്തിൻ്റെയൊക്കെ ഒരു സ്റ്റോറേജ് പോലെ ഒരു ഭാഗം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ പെയിൻ്റ് അടിച്ച് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഞാൻ ഗ്രേ പെയിൻറ്റ് എടുക്കുന്നുണ്ട്. ഇത് എമൽഷൻ പെയിൻ്റാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് നമുക്ക് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഭിത്തിയിലും തറയിലും ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് വിട്ടാൽ മതിയാവും. ഏകദേശം ഇതിപ്പോൾ എല്ലാ ഇടത്തും തന്നെ ഫില്ലായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തെർമോക്കോളിൻ്റെ ഇടയ്ക്ക് നമ്മൾ കട്ട പോലെ വെട്ടിയതിൻ്റെ ഗ്യാപ്പുകളെല്ലാം നമുക്കിങ്ങനെ വേക്കൻ്റായിട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഞാൻ ഫെവിക്കോൾ എടുത്തിട്ട്
ഈ ഗ്യാപ്പുകളിൽ കൂടെ നമുക്ക് ഫെവിക്കോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു കുറച്ചും കൂടെ ഒരു ലുക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കുന്നുണ്ട്. അതും നമുക്ക് ഈ ഭിത്തിമേലിങ്ങനെ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാൾപുട്ടി വേണമെങ്കിൽ നമുക്കിതിന് യൂസ് ചെയ്യാം കേട്ടോ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആകുമ്പോൾ പെട്ടെന്ന് സെറ്റ് ആവുന്നുള്ളൂ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കുന്നത്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ നമ്മുടെ ഒരു കാലത്തൊഴുത്തിന് ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞ് തടിക്കഷ്ണം എടുക്കുന്നുണ്ട്. നമ്മുടെ വിറകിൻ്റെയൊക്കെ ഒരു പീസാണ് കേട്ടോ. ഇതൊരു കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുക്കാം. ഈ കുഞ്ഞു കുഞ്ഞു പീസുകൾ ചേർത്ത് ഒട്ടിച്ചിട്ടാണ് നമ്മളൊരു മേൽക്കൂര ഡിസൈൻ ചെയ്യാൻ പോകണം. നമ്മളൊരു മരത്തിൻ്റെ പോള എടുക്കാൻ പോവാണ്. അപ്പം ഞാൻ കുറച്ച് പോള അധികം കളക്ട് ചെയ്തു, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓരോ പോളയും ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ റൂഫിന്മേൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ആ റൂഫ് കൊണ്ടുപോയിട്ട് നമുക്ക് ആ വീടിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിൻ്റെ അതൊരു വിറകിൻ്റെ ഒരു കുഞ്ഞ് തട്ട് നമുക്ക് ഉണ്ടാക്കണം. അപ്പം ഞാൻ 1-2 കമ്പുകൾ എടുക്കുന്നുണ്ട്. ആ കമ്പുകൾ ഉപയോഗിച്ചിട്ട് 2 ഭിത്തിമേൽ ഒരു ഹോളിട്ട് കൊടുത്ത് നമുക്ക് ആ കമ്പ് അതിൽ ഫിക്സ് ചെയ്യാം. മരത്തിൻ്റെ പോള തന്നെ നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 3-4 പീസ് ഞാൻ എടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു തട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ വിറകിൻ്റെയൊക്കെ ഒരു തട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഡോറും വിൻഡോയൊക്കെ നമുക്ക് കൊടുക്കണം. അപ്പം മരത്തിൻ്റെ ആ ഒരു പോള തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാനൊരു ഡോറ് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ കമ്പിൻ്റെ പീസ് മുട്ടുസൂചി വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു ഡോറിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് ആ ഡോറിൻ്റെ ഭാഗത്ത് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ജനലും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ജനലും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും ടോട്ടലായിട്ട് ജനൽ തുറന്നിരിക്കുന്ന രീതിയിൽ കൊടുക്കാം. ഇപ്പുറത്തെ ഒരു ഭിത്തി നമ്മൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ സെറ്റപ്പിലാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡോറ് താഴത്തേക്ക് വീണ് കിടക്കുന്ന രീതിയിൽ കൊടുത്താൽ കുറച്ചും കൂടെയൊക്കെ ഒരു റിയലിസ്റ്റിക് ലുക്ക് ഉണ്ടാകും. ഇനിയിപ്പം നമ്മൾക്ക് ആ വിറകിൻ്റെ തട്ടയിലേക്ക് നമുക്ക് കയറാനായിട്ട് ഒരു ഏണി വേണം. അപ്പം ഞാൻ 2 കമ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ക്രോസ് ആയിട്ടുള്ള കുഞ്ഞ് പീസ് കമ്പുകളൊക്കെ വെച്ചിട്ട് നൂല് വെച്ച് കെട്ടുക. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ഏണിയുടെ ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഏണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഏണി ആ വിറക് തട്ടിൻ്റെ അടിയിലേക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലാണ് കേട്ടോ, നല്ല കരിഞ്ഞ വെയിലാണ്. ഇത് പുല്ല് അത്യാവശ്യം നിൽക്കുന്നുണ്ട്. നല്ലപോലെ ഉണങ്ങിയ പുല്ലെടുക്കുക.
പുല്ല് ഞാൻ കൊണ്ടുവന്ന ഒരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് 2 സൈഡിലായിട്ട് 2 കെട്ടിട്ട് കൊടുക്കാം. സാധാരണ തയ്ക്കുന്ന നൂലൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. ഇത് നൂലൊക്കെ കെട്ടി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു പുല്ലുകെട്ടിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു പുൽക്കൂടിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കോട്ട് കൂട്ടിയിടാം. ഇതൊക്കെ കുറച്ച് റിയലിസ്റ്റിക് ആകുന്ന ഓരോ പൊടികൈകളാണ് കേട്ടോ. പുല്ലുകെട്ട് ഉണ്ടാക്കിയ പോലെ തന്നെ ഞാൻ കുറച്ച് കുഞ്ഞു കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പ്ലാവിൻ്റെ ഉണങ്ങിയ കമ്പാണ് കേട്ടോ, ഏറ്റവും നൈസായിട്ടുള്ള കമ്പാണ്. അത് വെച്ചിട്ട് 2-3 വേറെ കെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വെച്ച് കൊടുക്കാം. കളിമണ്ണ് ഉപയോഗിച്ചിട്ട് 1-2 ചട്ടിയും ഒരു ചെറിയ കൂജ പോലെയൊക്കെ സാധനമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഈ ഫ്ലോറിൻ്റെ അവിടെയൊക്കെയായിട്ട് വെച്ച് കൊടുത്ത് നോക്കാം. നമ്മളൊരു ചെറിയ തട്ട് റെഡിയാക്കിയിട്ട് അതിൽ നമ്മുടെ പുൽക്കൂട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ചുറ്റും ചെറിയൊരു പാറക്കെട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പാറക്കെട്ടൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസും തുണിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന് താഴെ നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് 2 ചെറിയ മരത്തിൻ്റെ കമ്പുകൾ വെച്ച് കൊടുക്കാം. ഉണങ്ങിയ ചില്ലകളൊക്കെ പോലെ തോന്നുന്ന രീതിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഇനി കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊരു പ്രദേശമാക്കി മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ രൂപങ്ങളൊക്കെ നമുക്കിതിൻ്റെ അകത്തേക്ക് എടുത്തു വെക്കാം. ഉണ്ണീശോയും യേശു പിതാവിൻ്റെയൊക്കെ രൂപങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുത്തു നോക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ക്രിസ്തുമസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുവാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അതിൻ്റേതായ ഒരുപാട് മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. തുടർന്നുള്ള വീഡിയോകളിലൊക്കെ അതൊക്കെ നമുക്ക് പരിഹരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.